ഞാൻ കണ്ട സിലോൺ പെന്തക്കോസ് മിഷൻ എന്ന ഒരു എപ്പിസോഡ് പെന്തക്കോസ് മെസ്സഞ്ചർ എന്ന യൂട്യൂബ് ചാനലിൽ കൂടെ കുറച്ച് നാളായി പ്രസിദ്ധീകരിച്ചു വരുന്നു. അതിൻ്റെ 15ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ഒക്കെ തുടർച്ചയായിട്ട് ഇനിയും അടുത്ത പ്രാവശ്യം പറയാമെന്ന് ഞാൻ പറഞ്ഞെങ്കിലും അതിനു മുൻപ് എൻ്റെ മുൻപിൽ വളരെയധികം എന്നെ ഒരു ആത്മപ്രേരണ എനിക്ക് തന്നതായ വേറൊരു ഒരു 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 വ്യക്തിയെക്കുറിച്ച്, ഒരു മഹൽ വ്യക്തിയെക്കുറിച്ച് ഒന്ന് ഓർത്തിട്ട് ഒന്ന് വിചിന്തനം ചെയ്തിട്ട് മുൻപോട്ട് പോവുകയായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നി. അത് മറ്റാരുമല്ല, ഫാസ്റ്റർ ടി.യു. തോമസ്, TPM സഭയുടെ ചീഫ് പാസ്റ്ററായി കർത്താവിൽ നിദ്ര പ്രാപിച്ച ഫാസ്റ്റർ ടി.യു. തോമസ്. ഈ TPM സഭയിൽ ഒരുപാട് തോമസുമാരുണ്ട്. എല്ലാവരും വളരെ പ്രസിദ്ധരായിട്ടുള്ള തോമസുമാരാണ്. അതിലേറ്റവും പ്രസിദ്ധരായ തോമസ് പാസ്റ്റർ AC തോമസ്, പാസ്റ്റർ PM തോമസ്, പാസ്റ്റർ ടി.യു. തോമസ്, പാസ്റ്റർ TV തോമസ് എന്ന് വേണ്ട അനേക തോമസുമാരുടെ ഒരു വലിയ ഒരു നിര തന്നെ ഈ സഭയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ ഒട്ടും മോശമല്ലാതെ അനേക ജീവിത ഹൃദയങ്ങളിൽ ഇന്നും വളരെയധികം ഓർമ്മകൾ പങ്കിടുവാൻ എല്ലാവരും അവരുടെ നാവെടുത്ത് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പാസ്റ്റർ ടി.യു. തോമസ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥകളെല്ലാം തീർച്ചയായിട്ടും ഒരു ചീഫ് പാസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് വിവസ്തരമായിട്ട് TPM ഹിസ്റ്ററി ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ബുക്കുകളും അനേക വാല്യങ്ങളും അതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതും വായിച്ചിട്ടുള്ളതുമൊക്കെയാണ്. ഇതുകൂടാതെ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സ്വരത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ വിസ്തരിച്ച് കേൾക്കണമെങ്കിൽ പാസ്റ്റർ ടി.യു. തോമസ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാലും അദ്ദേഹം പ്രത്യക്ഷപ്പെടും. ഒരു വളരെയധികം വിവരിച്ചിട്ടുള്ള ഒരു ആത്മകഥ, തൻ്റെ തുടക്കം മുതൽ പല സംഭവങ്ങളും അതിനകത്ത് അത് വിസ്തരിച്ച് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് താനുമായിട്ട് പങ്കിട്ട അനേക അനുഭവങ്ങൾ, മറ്റാരിലും കാണാത്ത ചില അനുഭവങ്ങൾ, അത് വിശ്വാസ ജീവിതത്തിൽ കർത്താവിനോട് ഉള്ള ബന്ധം വിട്ടുകളയുവാൻ ഒരു മനുഷ്യനെ സമ്മതിക്കാതെ തൻ്റെ മരണശേഷവും താനുമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്ത വ്യക്തികൾക്ക് കർത്താവിനെ കാണുവാനും കർത്താവിനോട് അടുത്തു വരുവാനുമുള്ളതായ പ്രചോദനമായി ഇന്നും ഈ ഭൂമിയിൽ അത് ജീവിക്കുന്നു, അത് ശക്തി പകരുന്നു എന്നുള്ളതാണ് സത്യം. നോക്കൂ, ഒരു മനുഷ്യൻ എത്രത്തോളം കർത്താവിൽ പ്രസിദ്ധനായിരുന്നു എന്ന് അവൻ്റെ മരണത്തിലാണ് വ്യക്തമാകുന്നത്. പാസ്റ്റർ ടി.യു. തോമസിൻ്റെ മരണം, തൻ്റെ അടക്ക ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ചെന്നൈ ഈ സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വളരെയധികം വഹിക്കാൻ വയ്യാത്ത രീതിയിലുള്ള ജനക്കൂട്ടത്തെ ജനക്കൂട്ടങ്ങൾ സാക്ഷ്യം വഹിച്ചതായ ഒരു വ്യക്തിയായിരുന്നു പാസ്റ്റർ ടി.യു. തോമസ്. അതിനൊരു കാരണമുണ്ട്. ഒരു പാസ്റ്റർ മരിച്ചു അവിടം വരെ പോകാമെന്നുള്ളതായ ഒരു വൈപ്പല്ല. അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും പരിചയപ്പെടുവാനും അദ്ദേഹത്തുമായിട്ട് സംസാരിക്കുവാനും ആ അനുഭവങ്ങൾ, അദ്ദേഹവുമായിട്ടുള്ളതായ ആ സംസർഗം ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് മറക്കാനൊക്കത്തില്ല. അങ്ങനെ ചില ഓർമ്മകൾ അദ്ദേഹം കൊടുത്തിട്ടാണ് ഈ ലോകത്തിൽ നിന്ന് കർത്തൃസന്നിധിയിലേക്ക് പോയത് എന്ന് പറയുവാൻ എനിക്ക് മറ്റുള്ള പലരോടും ചേർന്ന് എനിക്കും അതിന് ധൈര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ പോളിനെ അങ്ങനെ തന്നെ അനുധാവനം ചെയ്യണമെന്നുള്ളതായ, അല്ലെങ്കിൽ ഈ സഭയുടെ അല്ലെങ്കിൽ സിലോൺ പെന്തക്കോസ് മിഷന്റെ സ്ഥാപകനായിരുന്ന പാസ്റ്റർ പോളിൻ്റെ ജീവിതം അങ്ങനെ പകർത്തിയെടുക്കണം എന്നുള്ളതായ വലിയൊരു ആഗ്രഹക്കാരനായിരുന്നു പാസ്റ്റർ ടി.യു. തോമസ്. എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം, ഒരു കർത്തൃദാസനിൽ നിന്നും ഈയിടെ ഞാനൊരു പാസ്റ്റർ E.V. വർഗീസിൻ്റെ ഡയറി കുറിപ്പിൽ നിന്ന് ഞാൻ കേട്ടതായ ഒരു കാര്യം, ഒരിക്കൽ അതൊരു മുഖവരിയായി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരിക്കൽ പാസ്റ്റർ പോൾ തൻ്റെ മരണത്തിന് മുമ്പ് താൻ അവിടെ ഫെയ്ത്ത് ഹോമിൽ താൻ പറയുകയുണ്ടായി, എനിക്കല്പം മീൻ കറി വേണം, ഫിഷ് കറി. അപ്പോൾ പാസ്റ്റർ പോൾ തൻ്റെ ഒരാഗ്രഹം
അവസാനം ഇച്ചിരി നല്ല മീൻകറി കഴിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അത് കേൾക്കാത്ത പാട് ഫെയ്ത്ത് ഹോമിൽ സഹോദരിമാർ പലതരത്തിലുള്ള ഫിഷ് കറികൾ തനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു. മീൻ വറുത്തത്, മീൻ തോരൻ വെച്ചത്, മീൻ കറി, അന്ന് വേണ്ട ഫിഷ് പൊള്ളിച്ചത്, പലതരത്തിലുള്ള മീൻ കൊണ്ടുവന്ന് അത് പാകം ചെയ്ത് വളരെ രുചികരമായി തൻ്റെ അവസാന നാളുകളല്ലേ, അപ്പോൾ താൻ കിടക്കയിൽ നിന്ന് തന്നെ എഴുന്നേൽപ്പിച്ച് തൻ്റെ മുൻപിൽ ഈ ഫിഷ് എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ട് അദ്ദേഹം ഷീബി വർഗീസിൻ്റെ വിലയേറിയ ഡയറി കുറിപ്പിൽ എഴുതിയിരിക്കുന്നത്, പാസ്റ്റർ പോൾ ഈ ഫിഷ് കറികളും എല്ലാം താൻ കണ്ടു. അതിനുശേഷം പുള്ളി പറഞ്ഞു, ഫിഷ് കറി വന്നല്ലേ, മീൻ വന്നല്ലേ, എല്ലാം നോക്കി കണ്ടതിന് ശേഷം നല്ലതെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എല്ലാം എൻ്റെ മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ തനിക്ക് വേണ്ടി ഭക്ഷിപ്പാൻ കൊടുത്തവർ വളരെ ആശ്ചര്യപ്പെട്ടു, ഇതെന്താണ് പാസ്റ്റർ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ തന്നോട് ചോദിച്ചപ്പോൾ താൻ കൊടുത്തതായ മറുപടി, ഞാനൊരു കർത്താവിൻ്റെ ദാസൻ, വിലയേറിയ ഈ സഭയെ നടത്തുന്നതായ ഒരു നായകൻ, എൻ്റെ ആത്മീക ജീവിതത്തിൽ അല്ലെങ്കിൽ കർത്താവിനോടുള്ള പ്രതിഷ്ഠയിൽ ഞാൻ ഒന്നിനെയും ആഗ്രഹിക്കരുതായിരുന്നു. ഞാൻ ഫിഷ് കറി വേണമെന്ന് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് പിന്നീട് ഞാൻ ദൈവസന്നിധി ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഭക്ഷിക്കത്തില്ല. വളരെ സങ്കടകരമായി പോയി ശുശ്രൂഷിക്കുന്നവർക്കല്ല. ഇതേ അനുഭവമാണ് പലപ്പോഴും പാസ്റ്റർ ടി തോമസും അനുധാവനം ചെയ്തിരുന്നത്. തൻ്റെ വ്യക്തിത്വമായി അല്ലെങ്കിൽ താൻ ദൈവസന്നിധിയിൽ എന്താഗ്രഹിക്കണം എന്താഗ്രഹിക്കരുതെന്ന് താൻ എപ്പോഴും തനിക്കൊരു കണക്കുകൂട്ടലുകളുണ്ട്. സമൃദ്ധിയായി പല കാര്യങ്ങളും തനിക്ക് അനുഭവിക്കാമായിരുന്നെങ്കിലും അതിൻ്റെ ഏറ്റവും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഓരോരോ ജീവിതത്തിലെ സൗകര്യങ്ങൾ ഒഴിച്ചു മാറ്റാമെന്ന് താൻ വളരെയധികം പരിശ്രമം ചെയ്യായിരുന്നു. ഒരിക്കൽ ഞാൻ എൻ്റെ പ്രിയ സുഹൃത്തായ ബ്രദർ ഐക്യര ജോയ് ബ്രദറുമായിട്ട് സംസാരിക്കുമ്പോഴേ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഒരു ദിവസം ഗ്ലോറി ബിൽഡിങ്ങിൽ, ബോംബെയിൽ ചെമ്പൂരിലെ ഗ്ലോറി ബിൽഡിങ്ങിൽ ചെല്ലുമ്പോൾ ഇദ്ദേഹത്തെ അന്വേഷിച്ചത്, ദാറ്റ് വാസ് ഇൻ 1973. അദ്ദേഹം അന്ന് ചെമ്പൂരിൽ ഗ്ലോറി ബിൽഡിങ്ങിൽ ആയിരുന്നു നമ്മുടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ, ഇദ്ദേഹത്തെ കാണാൻ ചെന്നപ്പോൾ അവിടുത്തെ ആ ബാൽക്കണിയിൽ അല്ലെങ്കിൽ ആ വരാന്തയിൽ ഇരുന്ന് കീറിയ ലുങ്കി ഇങ്ങനെ കൂട്ടിച്ചേർത്ത് താൻ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല കഷ്ണങ്ങളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെയെല്ലാം ചേർത്ത് വെച്ചും കൊണ്ട് ഇങ്ങനെ സൂചി നൂലും കൊണ്ട് പുള്ളി വളരെ മനോഹരമായിട്ട് കൈകൊണ്ട് തയ്ക്കുന്നു. കണ്ടാൽ അറിയാത്ത രീതിയിൽ ഇഴയിട്ട് നല്ലതുപോലെ കൂട്ടിച്ചേർത്ത് തയ്ക്കുന്നു. അപ്പോൾ ജോയ് ബ്രദർ ചോദിച്ചു, അച്ചായൻ ഇതെന്താ കാണിക്കുന്നത്? അപ്പോൾ അച്ചായൻ ഒരു ലുങ്കി വാങ്ങിച്ചുകൂടെ, ഒരു പുതിയ ലുങ്കി വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ. അപ്പോൾ തോമാച്ചായൻ പറഞ്ഞത്, നോ, എനിക്ക് 1 or 2 ലുങ്കി വേണമെങ്കിൽ വാങ്ങിക്കാം, എന്നാൽ അതല്ല, ഇതധികം പഴക്കമില്ലാത്ത ഈ ലുങ്കി അല്പം കീറിയെന്നും അല്ലെങ്കിൽ അത് ഇച്ചിരി പീസായി പോയി നോക്കി വിചാരിച്ചുകൊണ്ട് നമ്മൾ എറിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയത് വാങ്ങിച്ചാൽ ഇതുപോലും വാങ്ങിക്കാൻ കഴിവില്ലാത്ത അനേകർ ഈ ചേരി പ്രദേശങ്ങളിൽ പാർക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഫെയ്ത്ത് ഹോം വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കർത്താവ് തന്ന കാശും കൊണ്ട് 1-2 പുതിയ ലുങ്കി വാങ്ങിച്ചു കൊടുത്തും കൊണ്ട് മിനുങ്ങി ഇവിടെ ഇരിക്കുന്നതിൽ ദൈവത്തിന് എന്ത് മഹത്വം. അങ്ങനെയല്ല, ഇതിനെ കളയാതെ അത് ഉപയോഗിക്കുക, എത്രത്തോളം ഉപയോഗിക്കാമോ അത് ഉപയോഗിക്കുക. അതാണ് ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയൊക്കെയുള്ള വിശുദ്ധന്മാരെ കാണുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ജീവിതത്തെ ആകമാനം വളരെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പോകാതെ എത്ര പരിശോധനയിൽ കൂടെ പോയിരുന്നാലും ശരി, എത്ര പിന്മാറ്റ അവസ്ഥയിലായിരുന്നാലും ശരി, കർത്താവിലേക്ക് തിരിച്ചു വരുവാൻ എന്നെ പ്രചോദനം തന്ന ഏക വ്യക്തിയാണ് പാസ്റ്റർ ടി തോമസ്. ഒരു വ്യക്തികളെയും എറിഞ്ഞു കളയാതെ, ഒരു വ്യക്തികളെയും നഷ്ടപ്പെടുത്താതെ അദ്ദേഹം എത്ര അങ്ങനെയൊന്നുമുള്ള വിശുദ്ധന്മാരെ ഇപ്പോൾ കിട്ടത്തില്ല. ഇപ്പോഴങ്ങനെയുള്ള ഒരു വ്യക്തി പോലും ഈ പെന്തക്കോസ്ത് സഭയിൽ ഇപ്പോൾ ജീവനോടിരിപ്പില്ല. അങ്ങനത്തെ മനസ്ഥിതിയുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ സുവിശേഷ വേല വിട്ടതിന് ശേഷം ജോലിയില്ലാതെ വളരെയധികം കഷ്ടപ്പെടുക. ആരോട് ജോലി ചോദിച്ചിട്ടും ജോലിയൊന്നും കിട്ടുന്നില്ല, വളരെ പ്രയാസം. ഒടുവിൽ ടി തോമാച്ചായൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം ബാച്ചിലറായിട്ട് താമസിച്ചിരുന്ന വീട്ടിൽ കൊണ്ടുപോയി എന്നെ അവിടെ താമസിപ്പിച്ചപ്പോൾ അതിനുശേഷം എനിക്ക് ജോലിയില്ല.
ഇദ്ദേഹം എന്താണ് ചെയ്തതെന്ന് അറിയാമോ? എന്നോട് പുള്ളി പറയുകയാണ്, കോശി, നമ്മൾ ജോലി തേടി ഒരു മനുഷ്യനോടും സഹായം ചോദിക്കരുത്. ലോകത്തിൽ എല്ലാവരും നമ്മളെ ഓരോരോ പേര് പറഞ്ഞ് ദുഷിക്കുന്നവരാണ്. ഒരിക്കലും കോശി അങ്ങനെ നമ്മുടെ മനസ്സ് വേദനിക്കുന്ന രീതിയിൽ ജോലിയില്ല എന്നുള്ള ഒരു ഭാരപ്പെട്ടിരിക്കരുത്. ഞാൻ കാണിക്കാം ജോലി എങ്ങനെയാണ് ബോംബെയിൽ വാങ്ങിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം എന്നെയും വിളിച്ചും കൊണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ താൻ ഓഫീസിൽ പോയിട്ട് ഈ സിറ്റുവേഷൻ വേക്കൻഡ്, സിറ്റുവേഷൻ വാണ്ടഡ് എന്നൊക്കെയുള്ളതായ വ്യത്യാസങ്ങൾ എന്നെ കാണിച്ച് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നിടത്ത് പോയി അദ്ദേഹം തന്നെ ആദ്യത്തെ ആ പൈസ കൊടുത്തിട്ട് ഒരു ദിവസത്തെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുവാൻ ജോലിക്ക് വേണ്ടി സിറ്റുവേഷൻ വേക്കൻറ്റിലേക്ക് അദ്ദേഹം അതിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുവാൻ പുള്ളി പണം അടച്ച് കൊടുത്തു. എന്നോട് പറഞ്ഞു, വന്നിട്ട് കോശിയുടെ അഡ്രസ്സിലേക്ക്, ഞാൻ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്ന ആ വീട്ടിലെ അഡ്രസ്സിലേക്ക് ഇനി ധാരാളം കോളിംഗ് ലെറ്ററുകൾ വരും. അപ്പോൾ ഏതിലെങ്കിലും ഒന്നിൽ പ്രാർത്ഥിച്ച് ദൈവം ഏതാണ് വെളിപ്പെടുത്തുന്നത് വെച്ചാൽ അതിലേക്ക് പോവുക. ഒരു മനുഷ്യൻ്റെയും മുൻപിൽ നമ്മൾ ജോലിയില്ലെന്ന് പറഞ്ഞ് ഭാരപ്പെടരുത്. മനുഷ്യർ പലത് സംസാരിക്കും. ഒരിക്കലും ദൈവമാണ് നമ്മെ നിലനിർത്തുന്നത്. നോക്കൂ, ഒരു ദൈവദാസൻ ഇന്ന് ആരെങ്കിലും ഒരു ദൈവദാസന്മാർ ഇങ്ങനെ ചെയ്യുമോ? ഒരിക്കലും ചെയ്യത്തില്ല. അതിനുശേഷം അദ്ദേഹവുമായിട്ട് ഞാൻ പങ്കിട്ടതായ ഒരു സ്നേഹം, ഒരിക്കൽ അദ്ദേഹം ബഹ്റിനിൽ വന്നപ്പോൾ, ഞാൻ അന്ന് അവിടെ ബഹ്റിനിൽ ഒരു കൊച്ചു ബിസിനസ് എനിക്കുണ്ട്. അദ്ദേഹം അവിടെ വന്നു. അവിടെ ഞാൻ അല്പം ഇച്ചിരി പിന്നോട്ട് മാറി നിൽക്കുന്നതായ സമയമാണ്. അദ്ദേഹം അമേരിക്കയിൽ നിന്നാണ് അവിടെ വന്ന ഉടനെ തന്നെ അന്വേഷിച്ചു, കോശി ബ്രദർ എവിടെ? അപ്പോൾ ഞാൻ ചെന്നിട്ടില്ല. അപ്പോൾ തിരുവത്താഴം ഉണ്ടായിരുന്നു, ഞാൻ തിരുവത്താഴത്തിനും പോയില്ല. അപ്പോൾ അന്ന് തിരുവത്താഴം കഴിഞ്ഞ ആ രാത്രിയിൽ താൻ താമസിച്ചിരുന്ന ആ വീട്ടിൽ താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ അവിടെ ചെന്നു. അദ്ദേഹം എന്നോട് ഉടനെ ചോദിച്ചു, കോശി ബ്രദർ എന്താണ് പ്രാർത്ഥനയ്ക്ക് വരാഞ്ഞത്? തിരുവത്താഴത്തിൽ എന്താണ് പങ്കെടുക്കാഞ്ഞത്? അപ്പോൾ എന്തെങ്കിലും പ്രയാസമുണ്ടോ? എന്താണ് കാര്യം എന്നൊക്കെ പുള്ളി അന്വേഷിച്ചതിന് ശേഷം പുള്ളി പറയാണ്, ആ മാനസികാവസ്ഥ എന്തായിരുന്നാലും ശരി, ഞാൻ നാളെ പോവുകയാണല്ലോ, എന്തായാലും ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് എനിക്ക് തിരുവത്താഴം തരാൻ സമയമില്ല. അതെല്ലാം കോശി ബ്രദർ കോശി അത് ദൈവവുമായിട്ട് അത് നിരപ്പായിക്കൊള്ളുക. അപ്പോൾ അദ്ദേഹം ഒരു പാത്രത്തിൽ ഫ്രൂട്ട് സലാഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് സഹോദരന്മാർ ചുറ്റോടും നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രൂട്ട് സലാഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ പുള്ളി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഫ്രൂട്ട് സലാഡിനെ ഞാൻ തിരുവത്താഴമായിട്ട് വിശുദ്ധീകരിച്ച് കോശിക്ക് തരുന്നു, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച് ആ വചനം പറഞ്ഞ് ആ ഫ്രൂട്ട് സലാഡ് എനിക്ക് തിരുവത്താഴമായിട്ട് പുള്ളി സെർവ് ചെയ്തു. ഒന്ന് നോക്കി, ആരെങ്കിലും ചെയ്യുമോ? നിങ്ങൾ ഇന്ന് ആരെങ്കിലും ഒരു വിശുദ്ധന്മാർ ഒരു ചീഫ് ഭാഷ നിങ്ങളൊന്ന് കരുതിക്കാട്ട്, എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ചാട്ട് ഒരു ചീഫ് ഭാഷ അങ്ങനെയുണ്ടോ? ഇല്ല. കാരണം ഇങ്ങനെയാണ് അവരൊക്കെ ആത്മാക്കളെ നേടിയിരുന്നത്. അതായത് ദൈവത്തിൻ്റെ മക്കളെ, ദൈവമക്കളെ അവർ നശിച്ചു പോകാതെ താങ്ങിയത് അങ്ങനെയാണ്. വേറൊരു അനുഭവം പറയാം. ബ്രദർ ജോയ് കുര്യനുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നോട് അദ്ദേഹത്തിൻ്റെ പാസ്റ്റർ ടി തോമസിൻ്റെ വേറൊരു ക്വാളിറ്റി എന്നോട് പറഞ്ഞു. അദ്ദേഹം ദുബായിൽ ചീഫ് പാസ്റ്റർ ആയതിനു ശേഷം ദുബായിൽ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ സോമൻ എന്ന് പറയുന്ന ഒരു IPCയിലെ ഒരു അവിടെ അന്ന് IPC ചാർജായിട്ടിരുന്ന പാസ്റ്റർ സോമൻ, അദ്ദേഹം ബ്രദർ ജോയ് കുര്യനുമായിട്ട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷനിൽ അല്ലെങ്കിൽ ശുപാർശയിൽ പാസ്റ്റർ ടി തോമസ് എന്ന് പറയുന്ന മഹൽ വ്യക്തിയെ ഒന്ന് കാണണം, ഒരു ദിവസമെങ്കിലും ഒന്ന് മീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ തൻ്റെ അടുത്ത് പോയപ്പോൾ പാസ്റ്റർ ടി തോമസിന് ആകെപ്പാടെ ഇവർക്ക് 1 മിനിറ്റാണ് പുറത്തു നിന്നവർ അനുവദിച്ചത്. 1 മിനിറ്റ് കൊണ്ട് സംസാരിച്ചിട്ട് വെളിയിൽ വരണം, അനേകർ ലൈൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അകത്ത് കയറിയപ്പോൾ പാസ്റ്റർ ടി തോമസ് ആ പാസ്റ്റർ സോമനോട് തൻ്റെ അനുഭവങ്ങളും എങ്ങനെയാണ് കർത്താവ് തന്നെ ഈ വേലയിലേക്ക് കൊണ്ടുവന്നതെന്നും അല്ലെങ്കിൽ ഈ സത്യത്തിലേക്ക് താൻ നിലനിന്നതിൻ്റെ കാരണം എന്താണെന്നും ഒക്കെ വളരെ വ്യക്തമായി തനി വിശദീകരിച്ചതിന് ശേഷം ഒടുവിൽ പാസ്റ്റർ സോമനോട് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിച്ചതിന് ശേഷം പാസ്റ്റർ സോമനോട് പറഞ്ഞു, എൻ്റെ കടമ ഞാൻ പ്രാർത്ഥിച്ചു, ഇനിയും പാസ്റ്റർ സോമനാണ് പ്രാർത്ഥിക്കേണ്ടത്. അത് അദ്ദേഹത്തിന് വളരെ ആശ്ചര്യം തോന്നിപ്പോയി. ഇദ്ദേഹം ഒരു ചീഫ് പാസ്റ്ററാണ്, വലിയ മനുഷ്യൻ, അദ്ദേഹത്തിന് ശേഷം പ്രാർത്ഥിക്കുകയോ?
അപ്പോൾ താൻ അദ്ദേഹത്തിൻ്റെ വാക്ക് അനുസരിച്ചും കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് ചെയ്തതെന്ന് അറിയാമോ? അദ്ദേഹം പറഞ്ഞു, ടി തോമസ് പറഞ്ഞു, നോ, ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു വിശുദ്ധനായ മനുഷ്യൻ്റെ നിലപാടുകളൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അദ്ദേഹം ആരാണ്? ഇന്നത്തെ ചീഫ് പാസ്റ്റർമാരും എല്ലാവരും ചെയ്യുമോ അങ്ങനെ? അല്ലെങ്കിൽ വേറൊരു സഭയിലെ പാസ്റ്റർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ അതെന്തൊരു ഭോഷത്തരമാണെന്ന് ചോദിച്ചേക്കും. കാണുന്ന വിശ്വാസികൾ അംഗീകരിക്കുമോ? അയ്യോ, വിശ്വാസികളുടെ ഹൃദയം പൊട്ടിപ്പോകത്തില്ലയോ? അപ്പോൾ പാസ്റ്റർ ടി തോമസിൻ്റെ ഹൃദയം ഒന്നും പൊട്ടിയില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവത്താൽ അദ്ദേഹം പറഞ്ഞത്, ദൈവം എന്നോട് സംസാരിച്ചത് കൊണ്ടാണ് പാസ്റ്റർ സോമനോട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പാസ്റ്റർ ടി തോമസിന് വേണ്ടി തലയിൽ കൈവച്ച് പാസ്റ്റർ സോമൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം നല്ല ഒരു തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കവറ്, അതിനകത്ത് മുഴുവനും പൈസയാണ്. അതിൻ്റെ എണ്ണമൊന്നും അദ്ദേഹം പറഞ്ഞില്ല, ജോയും പറഞ്ഞില്ല. പക്ഷെങ്കിൽ ആ തുക അദ്ദേഹത്തിൻ്റെ എടുത്തു കൊടുത്തു. ഇത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇത് പ്രയോജനപ്പെടട്ടെ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ. നോക്കൂ, കർത്താവിൻ്റെ ആ സ്വഭാവം, ക്രിസ്തുവിലെ സ്വഭാവം അവരെങ്ങനെ അതിനെ അവരുടെ ജീവിതത്തിൽ അതിനെ സ്വായത്തമാക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൻ്റെ ഒരു അനുസരണത്തെക്കുറിച്ച് ഞാൻ ഒരിക്കൽ നേരിട്ട് അറിഞ്ഞതാണ്. ഒരിക്കൽ ഈ പവർ വിഷൻ പോലെയുള്ളതായ ചില ചാനലുകളൊക്കെ ക്രിസ്തീയ പ്രവർത്തനത്തിന് വേണ്ടി പല സഭകളും പലയിടങ്ങളിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ ഉപയോഗിക്കുന്നു. നമ്മുടെ സഭയ്ക്കും അങ്ങനെ ഒരു ക്രമീകരണം വേണമെന്നൊക്കെ താനും പാസ്റ്റർ വിൽസൺ ജോസഫും പാസ്റ്റർ വെസ്ലിയും എല്ലാവരും കൂടി വലിയൊരു വിഭാവനം ചെയ്തു, വലിയൊരു അഭിപ്രായത്തിൽ വന്നു. പ്രസ്തുത വിഷയം പാസ്റ്റർ വിൽസൺ ജോസഫ് ഒരു പ്രസംഗത്തിൽ എവിടെയോ തൻ്റെ ഒരു പ്രസംഗത്തിൽ അത് പ്രത്യേകം ഉദ്ധരിക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ പദ്ധതിയെല്ലാം ഒരുക്കിയതിന് ശേഷം വന്ന് പാസ്റ്റർ ടി തോമസ് ചീഫ് പാസ്റ്ററാണ്. അവരതിന് എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതിന് ശേഷം പാസ്റ്റർ ഡോണിനോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു പദ്ധതികൾ ഞങ്ങൾ രൂപീകരിക്കും, കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയാകട്ടെ എന്ന് കരുതി. പാസ്റ്റർ ഡോൺ പറഞ്ഞു, നോ, അത് വേണ്ട, നമുക്കിപ്പോൾ വേണ്ട, അത് പിന്നീട് നോക്കാം, ഇപ്പോഴതിന് നമുക്ക് ഉള്ള സാവകാശമല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ പക്ഷെങ്കിൽ പാസ്റ്റർ ടി തോമസ് ആകട്ടെ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. പക്ഷെങ്കിൽ തൻ്റെ പാസ്റ്റർ ഡോൺ ഒരു വാക്ക് നോ എന്ന് പറഞ്ഞപ്പോൾ സ്പോട്ടിൽ ആ ഒരു അഭിപ്രായം ക്യാൻസൽ ചെയ്തു. തനിക്ക് വേണമെങ്കിൽ അത് വേണമെങ്കിൽ ഇന്ത്യയിൽ പാസ്റ്റർ ഡോൺ അവിടെ വേണ്ടെങ്കിൽ ഇവിടെ വേണം എന്ന് പറയാമായിരുന്നു. അതിനുള്ള അധികാരം തൻ്റെ കയ്യിലുണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹം അത് ഉപയോഗിച്ചില്ല. പാസ്റ്റർ ഡോണിൻ്റെ വാക്കിനെ അനുസരിച്ച് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് പറയാനുണ്ട്. അത് കൂടാതെ തൻ്റെ ജീവിതത്തിലെ ആത്മീകമായി തന്നെ വഴി നടത്തിയ പിതാക്കന്മാരോട്, അത് വിശ്വാസിയാണെങ്കിലും അത് വേലക്കാരാണെങ്കിലും അങ്ങേയറ്റം ബഹുമാനമുള്ള ഒരു വ്യക്തി. നോക്കൂ, കുര്യൻ സാറിൻ്റെ ബഹുമാനപ്പെട്ട കർത്താവിൽ നിദ്രകൊണ്ട കുര്യൻ സാറിൻ്റെ ഒരു ആദ്യത്തെ ആത്മാവാണ് പാസ്റ്റർ ടി തോമസ്. അന്ന് അവർ തേവര എറണാകുളം സെൻറ്ററിലെ തേവര ഫെയ്ത്ത് ഹോമിലാണ് അവർ കൂടിക്കൊണ്ടിരുന്നത്. ആ ആത്മീക സന്തോഷം തനിക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ തൻ്റെ ചെറുപ്പം മുതൽ തൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് 7-8 വയസ്സുള്ളപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും തനിക്കൊരു പുരോഹിതനാകണം ഇത് തന്നെ തൻ്റെ മനസ്സിൽ ചിന്ത. അതിന് യാക്കോബ സഭയിലെ സെമിനാരിയിൽ ചേരാൻ നോക്കുന്നു, കത്തോലിക്ക സഭയിൽ ചേരാൻ നോക്കുന്നു. എവിടെ കർത്താവിനെ സുവിശേഷിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് കർത്താവിന് സാക്ഷിയാകാനുള്ള ആ ഒരു വിളി തൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം അലയടിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഈ പ്രാർത്ഥനയൊക്കെ അന്നത്തെ കാലത്ത് താൻ പറഞ്ഞു കേട്ടിട്ടുള്ള, മറ്റുള്ളവരിൽ നിന്നും പറഞ്ഞു കേട്ടിട്ടുള്ളത്, തേവര ഫെയ്ത്ത് ഹോമിലെ ആരാധന കഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് തൻ്റെ ബന്ധുമിത്രാദികളിലുള്ള കൊച്ചു അല്ലെങ്കിൽ മറ്റ് യൗവനക്കാരായിട്ടുള്ളവരെ, കുര്യൻ സാറിൻ്റെ മകൻ ബിജോയിയെയും മറ്റു റീന ശിഷ്രയും ഇവരെ എല്ലാം വിളിച്ചുകൊണ്ട് താൻ റെയിൽവേ പാളത്തിൽ പോകും. അവിടെ ആളൊന്നും ഇല്ലാത്ത സ്ഥാനത്ത് റെയിൽവേ പാളത്തിൽ പോയി അവിടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സിന്ദബ വിളിക്കുന്നതിനോട് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുക, ഹല്ലേലൂയ ശബ്ദത്തിൽ പറയുക. അങ്ങ് തൻ്റെ ഉള്ളിലങ്ങ് കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ളതായ ഒരു വലിയ ഒരു തിടുക്കം, ഒരാവൽ തൻ്റെ ജീവിതത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന മനുഷ്യനായിരുന്നു. തൻ്റെ ഓട്ടം മുഴുവനും താൻ എന്നോട് വ്യക്തിപരമായി സംസാരിച്ചിട്ടുള്ളത്, തൻ്റെ ഓട്ടം മുഴുവനും അതിനുവേണ്ടിയുള്ള ഒരു ഓട്ടമായിരുന്നു. പലപ്പോഴും ഞാനും താനും കൂടി
വളരെ ആത്മാർത്ഥമായിട്ട് ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ട്. താൻ മുള്ളണ്ടിൽ ചാർജായിട്ടിരിക്കുന്നില്ലെങ്കിൽ പാഷ് നമ്മുടെ തലവടി വർഗീസ്യാനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ താൻ ഒരു വിശ്വാസിയാൽ കൊല ചെയ്യപ്പെട്ട ആ സമയത്ത് അതിനുവേണ്ടി ഞാനാണ് അവിടെ ട്രാൻസ്ഫർ ആയിട്ട് ചെല്ലുന്നത്. അദ്ദേഹം എനിക്ക് തരുന്ന ഓരോരോ ഇൻസ്ട്രക്ഷൻസും എന്നെ ഒരു കൊച്ചനുജനെ പോലെ പുള്ളി കരുതി സ്നേഹിച്ച് എന്നെ എന്തെല്ലാം ഉപദേശങ്ങളാണ് എനിക്ക് പലയിടങ്ങളിലായിട്ട് എനിക്ക് തരികയും എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുള്ളത്. സുവിശേഷ വേലയിൽ നിന്ന് പോരുന്നതിന് ശേഷവും ഇത്രത്തോളം എന്നെ ഞാനായിരുന്ന സ്ഥാനത്തൊക്കെ വന്ന് എന്നെ സഹായിച്ച ഒരു വ്യക്തി അദ്ദേഹത്തെ പോലെ വേറെ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹം, അദ്ദേഹത്തിൻ്റെ കരുതൽ എന്നും ഓർക്കത്തക്കതായ ഒരു കാര്യമാണ്. പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പിന്നെ എനിക്ക് പറയുവാനുള്ളത്, അദ്ദേഹം നമ്മുടെ ചീഫ് പാസ്റ്റർ ആയിരുന്നെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയത് താൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രദർ കുര്യൻ സാറിൻ്റെ അമ്മ ഒരു പ്രവചനം എന്നോണം പറഞ്ഞിരുന്നു, വൺ ഡേ യു വിൽ ബി ദ ചീഫ് പാസ്റ്റർ ഓഫ് സിലോൺ പെന്തക്കോസ്റ്റ് മിഷൻ. ഒന്ന് ഓർത്ത് നോക്കി. അപ്പോൾ ദൈവത്താൽ നിയോഗിതമായിട്ടുള്ള ഒരു വ്യക്തി, അങ്ങനെ ചില വ്യക്തിത്വങ്ങളുണ്ട്. ചില വ്യക്തികളെ ദൈവം ചില വിളിയാൽ വിളിച്ച് അതെത്ര ഇതിലാണെങ്കിലും അതിൽ കൂടെ വഴി നടത്തിക്കൊണ്ട് പോകും എന്നുള്ളതിന് പുള്ളിയുടെ ഒരു അനുഭവം എനിക്ക് സാക്ഷ്യമാണ്. അതുപോലെ തന്നെ തൻ്റെ കുടുംബത്തിൽ സത്യം പറഞ്ഞാൽ തൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു മനസ്സാണ്. തൻ്റെ സ്വന്തക്കാർക്ക് ഒരു സ്വന്തക്കാരേക്കാൾ കൂടുതൽ തൻ്റെ ആത്മീക പിതാവിന് കുര്യൻ സാറിനോടുള്ളതായ തൻ്റെ ആ സ്നേഹം തന്നെ അങ്ങ് 7 നാക്ക കുര്യൻ സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ കുര്യൻ സാറിനെ കുറിച്ച് സംസാരിക്കാൻ താനൊരു പാട്ടുകാരനാണ്, താനാണ് ഗാനങ്ങളൊക്കെ എഴുതുന്നത് ആ കാലത്ത്. പക്ഷെങ്കിൽ കുര്യൻ സാർ എന്ന് പറയുമ്പോഴത്തേക്ക് ടി.യു. തോമസ് ചാൻ്റെ ആ ഹൃദയം അങ്ങ് ഉരുകുന്നത് പോലാണ്. അദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തൻ്റെ അനുജനോട് പോലും നിർബന്ധിച്ച അനുജൻ അവരുടെ ഒരു പെങ്ങളുടെ മകനെ ഒരിക്കൽ ദുബായിൽ കൊണ്ടുപോയപ്പോൾ ടി.യു. തോമസ് വിളിച്ച് പറഞ്ഞതോ അങ്ങനെയല്ല, കുഞ്ഞുമോനോട് പറഞ്ഞു, മോനെ നീ അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മുടെ ആത്മീയ പിതാവിൻ്റെ മകനെ വേണം, ബിയോയെ വേണം ആദ്യം കൊണ്ടുപോകാൻ, അതാണ് ചെയ്യേണ്ടത്. നമുക്ക് ആത്മീയരായ നമുക്ക് ദൈവം തന്നതായ ബന്ധം അതാണ് നമ്മളെ വിളിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഭൗമികരെ പോലെ നമ്മുടെ കുടുംബത്തെ മാത്രം നോക്കുകയല്ല, ഒരു ആത്മീകമായ വീക്ഷണത്തിൽ കൂടെ ആയിരിക്കണം നമ്മുടെ ജീവിതം പോക്കുന്നൊക്കെ. തൻ്റെ ജീവിതത്തിൽ വേറെ ഒരു കാര്യം എടുത്തു പറയുവാനുണ്ട്. എന്താണെന്നറിയാമോ? താൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ തൻ്റെ അനുഭവ ചരിത്രത്തിലെല്ലാം ഉണ്ട് ചില കണ്ടീഷൻസ് ദൈവത്തോട് താൻ എഴുതി കൊടുത്ത് ദൈവം അത് അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതായ ഒരനുഭവ സാക്ഷ്യം തൻ്റെ ജീവിത ചരിത്രത്തിലുണ്ട്. നമുക്കത് വായിക്കാൻ തൻ്റെ അനുഭവത്തിൽ തൻ്റെ വാക്കുകളിലും അത് കേൾക്കാൻ കഴിയും. അതിന് എത്ര ശരിയായിട്ടുള്ള കാര്യമാണ് താൻ ചെയ്തതെന്നറിയാമോ? താൻ ബോംബെയിൽ നിന്ന് UK ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ ഇപ്പോൾ നമ്മുടെ വിശുദ്ധന്മാർ നമ്മളെ നടത്തിയ വിശുദ്ധന്മാരുടെ അനുഭവം അവരാരായിരുന്നു എന്നൊന്ന് കമ്പയർ ചെയ്യാൻ നിങ്ങൾക്കുള്ള ഒരു അവസരമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അദ്ദേഹം ബോംബെയിൽ നിന്ന് പാസ്റ്റർ ജേക്കബ് രത്നസിംഗം അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് ട്രാൻസ്ഫർ ആക്കുന്ന സമയം ഇംഗ്ലണ്ടിലേക്ക് ട്രാൻസ്ഫറായി. പക്ഷെങ്കിൽ പോകുന്നത് എങ്ങനെ? പാസ്പോർട്ടില്ല. പാസ്പോർട്ട് എടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ഒരു ബ്രദർ പാപ്പച്ചൻ അല്ലെങ്കിൽ ബ്രദർ വർഗീസ്, പട്ടാഴി വർഗീസ്, ഇപ്പോഴും അദ്ദേഹം അമേരിക്കയിലെ ഡാളസിലുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൾ കർത്താവിൻ്റെ വേലയിലുണ്ട്. എല്ലാവർക്കും ഒരുവിധം അറിയാമായിരിക്കും അദ്ദേഹത്തെ വിളിച്ച് പാസ്റ്റർ ജേക്കബ് രത്നസിംഗം പറഞ്ഞു, ഈ സഹോദരന് അല്ലെങ്കിൽ ഈ ബ്രദറിന് ഒരു പാസ്പോർട്ട് എടുത്തു കൊടുക്കണം. അദ്ദേഹം അന്ന് വർഗീസിന് ആ ജോലിയാണ്, പാസ്പോർട്ടിൻ്റെ ഇമിഗ്രേഷൻ ക്ലിയറൻസ് ചെയ്യുക, പാസ്പോർട്ട് എടുക്കുക, ഇതൊക്കെയാണ് ജോലി. ബോംബെ VTയിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. എനിക്കറിയാം അദ്ദേഹത്തെ പേഴ്സണലായിട്ട്. അപ്പോൾ അദ്ദേഹം പാസ്പോർട്ട് എടുക്കാനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ടി.യു. തോമസ് ചാൻ്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ എന്തെങ്കിലും വേണം. എന്ത് ചെയ്യും? ഒന്നുമില്ല. എന്തെങ്കിലും ഒരു രേഖയുണ്ടോ? ഒന്നുമില്ല. അദ്ദേഹത്തോട് ചോദിച്ചു, സ്കൂളിൽ പഠിച്ച സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. താൻ ഒരു ഗ്രാജുവേറ്റഡ് പേഴ്സണാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. റേഷൻ കാർഡ് ഉണ്ടോ? ഇല്ല. ID കാർഡ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല.
ജനിച്ചത് എവിടെയാണ് ഏത് വീട്ടിലാണ്, എന്തെങ്കിലും അഡ്രസ്സോ പ്രൂഫോ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യല്ല? അപ്പോൾ പാഷ ജേക്കബിൻ്റെ അടുത്ത് നമ്മുടെ പാപ്പച്ചൻ ബ്രദർ ചെന്ന് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഇല്ല, എങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കുന്നത്? അങ്ങനെ ഒരു വ്യക്തിയുണ്ട്. ഇദ്ദേഹം ഗ്രാജുവേറ്റഡാണ്, ബോംബെ ജോലി ചെയ്തു, അല്ലെങ്കിൽ അവരുടെയൊക്കെ ജോലി ചെയ്ത് കാര്യമൊക്കെ ശരിയാ, പേപ്പറുകളൊന്നും കയ്യിലില്ല. എന്തോ ചെയ്യും? ആകെപ്പാടെ ആ ബ്രദറും അങ്ങ് വിഷമിച്ചു. ഇദ്ദേഹത്തിന് എങ്ങനെയാണ് പാസ്പോർട്ട് എടുക്കുന്നത്? അന്നത്തെ കാലത്ത് ഒരു എമർജൻസി ആയിട്ട് ഒരു പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് കുറഞ്ഞ വശം അദ്ദേഹത്തിന് ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്കിലും വേണം. അതുപോലുമില്ല. ഒടുവിൽ ആ പാപ്പച്ചൻ ബ്രദറിൻ്റെ ബുദ്ധിയോടുകൂടി എവിടെ നിന്നോ ആ ഫെയ്ത്ത് ഹോമിൻ്റെ റേഷൻ കാർഡിനകത്ത് പുള്ളിയുടെ പേരുകൂടി ഉൾപ്പെടുത്തി അങ്ങനെ ഒരു രേഖ ഉണ്ടാക്കി. പക്ഷേ അതുകൊണ്ടും മതിയാകത്തില്ല. അപ്പോൾ ടി തോമസിനെ വിളിച്ച് പാപ്പച്ചൻ ബ്രദർ ചോദിച്ചു, അച്ചായൻ്റെ പേപ്പറുകളെല്ലാം എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റുകളെല്ലാം എന്ത് ചെയ്യും? പാപ്പച്ചനെ വിളിച്ചുകൊണ്ട് താൻ ഒരു സൈഡിലോട്ട് മാറി നിന്നിട്ട് പറഞ്ഞു, ബ്രദർ, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പോൾ ഒരിക്കലും ഞാൻ തിരിച്ചു പോകുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് എൻ്റെ ക്വാളിഫിക്കേഷനോ സ്കൂൾ സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ എന്തെല്ലാം രേഖകൾ എനിക്കുണ്ടോ അതൊന്നും ഞാൻ പിന്നീട് നോക്കി എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ പരിശോധനകളുടെ മധ്യത്തിൽ, പരീക്ഷകളുടെ മധ്യത്തിൽ അതിലേക്ക് ഞാൻ കണ്ണിട്ട് നോക്കാതിരിക്കേണ്ടതിന് ഞാൻ ആരും അറിയാതെ അതെല്ലാം കത്തിച്ച് കളഞ്ഞു. അങ്ങനത്തെ ആരെങ്കിലും ഇന്ന് നിങ്ങൾക്കറിവുള്ളവരുണ്ടോ? ഇല്ല, കാണത്തില്ല. ഒരു വ്യക്തി പോലും കാണത്തില്ല. എന്തെങ്കിലും ഒരു രേഖയെങ്കിലും വെച്ചിട്ടില്ലാത്തവരാരും കാണത്തില്ല. പാപ്പച്ചൻ ബ്രദർ പാസ്പോർട്ട് എടുക്കാൻ ആകപ്പാടേ അങ്ങ് വിഷമിച്ചു. എന്താണ് ചെയ്യുക? എന്നിട്ട് അദ്ദേഹം, പാപ്പച്ചൻ ബ്രദർ എന്നോട് വ്യക്തിപരമായിട്ട് ഇത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രാർത്ഥിച്ചും കൊണ്ട് ഇത്രമാത്രം ഒരു ദൈവിക നിയോഗമുള്ള ഒരു വ്യക്തിയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് പലരുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉള്ള വ്യക്തികളുടെ പാസ്പോർട്ട് അപേക്ഷകളുടെ കൂടെ ഇദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് അപേക്ഷയും ചേർത്തും കൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഇത് ദൈവ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ എന്ന് വിചാരിച്ച് നേരിട്ട് പാസ്പോർട്ട് ഓഫീസിൽ പോയി പാസ്പോർട്ട് ഓഫീസറെ കണ്ട്. അന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റാണ്. പാസ്പോർട്ട് രേഖകളെല്ലാം ഇല്ല എങ്കിൽ ഒരൊറ്റ പാസ്പോർട്ട് കൊടുക്കത്തില്ല. വളരെ കർശനമായിട്ടുള്ള നിയമങ്ങളുള്ള സമയമാണ്. അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ ഒരു ഞങ്ങളുടെ പള്ളിയിലെ ഒരു പാതിരിയാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ പേപ്പറുകളൊന്നുമില്ല, ഈ ഒരു റേഷൻ കാർഡിൻ്റെ ഒരു ഇതേ ഉള്ളൂ, ഇത് പ്രൂഫായിട്ട് അംഗീകരിക്കണം എന്ന് പറഞ്ഞ് ഉടനെ പുള്ളി മറ്റുള്ളതെല്ലാം എടുത്ത് സൈൻ ചെയ്തതിന് ശേഷം, അപ്പോൾ ഈ ഒരെണ്ണം മാത്രം മാറ്റി വെച്ചിട്ട് അദ്ദേഹം തന്നെ എടുത്ത് പറഞ്ഞു, ഓ അത് എന്തിനാണ് മാറ്റി വയ്ക്കുന്നത്, അദ്ദേഹത്തിന് കൊടുക്കൂ പാസ്പോർട്ട്, പെട്ടെന്ന് കൊണ്ടുപോകും, ഇതാ ടേക്ക് ഇറ്റ്. ഒറ്റ അടിക്ക് ദൈവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിച്ച് സിഗ്നേച്ചർ ഇട്ടു. അതിൻ്റെ രണ്ടാമത്തെ ദിവസം പാസ്പോർട്ട് കൊണ്ടുവന്ന് ടി തോമസിൻ്റെ കയ്യിൽ കൊടുത്തു. നോക്കൂ, ദൈവം, ഇതൊക്കെയാണ് ജീവിതം. എന്തുകൊണ്ടാണ് ഇത് ഒരു സഭയുടെ മഹത്വമോ അല്ലെങ്കിൽ വിശുദ്ധന്മാരുടെ മഹത്വം, ഇതിനകത്തെ വിശുദ്ധന്മാരുടെ മഹത്വമാണെന്നൊന്ന് പറയരുത്. ഓരോ വ്യക്തികൾ ദൈവത്തോട് ചെയ്തിരിക്കുന്നതായ ചില നിയമങ്ങൾ, അവർ കർത്താവിൻ്റെ നാമത്തിൽ മറ്റുള്ളവരെ, സാധുക്കളെ എങ്ങനെയാണ് കരുതുന്നത് എന്നുള്ളതായ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതി എങ്ങനെയാണ്, അല്ലെങ്കിൽ സാധുക്കളെയും അനാഥരെയും വിധവമാരെയും അല്ലെങ്കിൽ ഒരു കഴിവില്ലാത്തവരെയും ഒരു ബലഹീനനായവനെയും അല്ലെങ്കിൽ താണുപോയതിനെയും വീണുപോയതിനെയും മുടന്തനെയും ഒക്കെ എങ്ങനെയാണ് ആ വ്യക്തി കരുതുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള അഭിഷേകമാണ് ദൈവത്തിൽ നിന്ന് കിട്ടുന്നത്. നമുക്കിന്ന് പ്രൗഢിയോടെ ജീവിക്കുന്ന അനേക വിശുദ്ധന്മാരെയൊക്കെ കാണാം. അവരുടെ ജീവിത സൗകര്യങ്ങളും അവരുടെ ആ ഒരു നാമം ഉപയോഗിച്ചും കൊണ്ട് അവരെല്ലാം എൻജോയ് ചെയ്യുന്ന പല വിശുദ്ധന്മാരെന്നുള്ള പേരുള്ളവരെയൊക്കെ കാണാം. ഞാൻ വിമർശിക്കുകയൊന്നുമല്ല. പക്ഷെങ്കിൽ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ കൂടെ ഇങ്ങനെ ത്യാഗപൂർണമായ ജീവിതത്തിൽ കൂടെ മുന്നോട്ട് പോയിരുന്ന അനേക വിശുദ്ധന്മാരുടെ ആ കാൽപ്പാടുകളാണ് ഇതിന് ഇങ്ങനെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ പാതകളെ നമുക്കായി തുറന്നു തന്നതെന്ന് പറയാതിരിക്കരുത്. ദൈവത്തിന് സ്തോത്രം. തൻ്റെ മുൻപിൽ താണുപോയവരെന്നോ വീണുപോയവരെന്നോ ഒടിഞ്ഞു പോയതെന്നോ തലയില്ലാത്തവരെന്നോ അല്ലെങ്കിൽ കാലില്ലാത്തവർ ദൈവത്തിൻ്റെ മക്കളാണെന്നുള്ളതായ ഒരു ചിന്ത, ആ ദൈവമക്കളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ട് നിർത്തുവാൻ ദൈവം തന്നെ ഉപയോഗിക്കുകയാണെന്നുള്ളതായ ഒരു ചിന്ത തൻ്റെ ജീവിതത്തിൽ അങ്ങേയറ്റം ആഞ്ഞടിച്ചിരുന്നു. ജീവിതത്തിൻ്റെ മാധുര്യമേറിയ അനേക ശുശ്രൂഷയുടെ മാധുര്യകഥകളെ
തൻ്റെ ജീവിതത്തിൽ നിന്ന് കാണുവാനും അനുഭവിക്കുവാനും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് സാഹചര്യമുണ്ടായി. ഇങ്ങനെ പലരുണ്ട് കേട്ടോ, പലരുണ്ട്, അനേകരുടെ ജീവിതങ്ങളുണ്ട്. തൻ്റെ അനുഭവങ്ങളെ ഒക്കെ വളരെയധികം ഞാനുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് പലതും പറഞ്ഞു തീർക്കാനൊക്കാത്ത രീതിയിൽ വളരെ വളരെ ദൂരത്തിൽ ഇങ്ങനെ കിടക്കുക. ഇത്രത്തോളം അല്ലെങ്കിൽ ഒരു ദൈവീകമായിട്ടുള്ളതായ ചിന്താഗതിയുള്ള ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടുള്ള മനുഷ്യൻ, ആ പാസ്റ്റർ പോളിൻ്റെ അതേ വിളിയും തെരഞ്ഞെടുപ്പും എനിക്കും ഉണ്ട് എന്നുള്ളതായ വിശ്വാസം തൻ്റെ ജീവിതത്തിൽ എനിക്കും അദ്ദേഹം പോയതായ പാതകളിൽ കൂടെ കടന്നു പോകണം എന്നുള്ളതായ ഒരു ചിന്ത തന്നെ ആ ആദിയോടന്തം തന്നെ ഭരിച്ചിരുന്നു. അങ്ങനെയാണ് താൻ പോയിക്കൊണ്ടിരുന്നതും. ഓരോ അനുഭവങ്ങളും പാസ്റ്റർ പോളിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെയും വായിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ഒരുപാട് ജീവചരിത്രങ്ങളുണ്ട്. അതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ദൈവം സാവകാശം തരുമ്പോൾ അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കയ്യിൽ എനിക്ക് അനുഭവമായിട്ടുള്ള അത് ചരിത്രങ്ങളിലൊന്നുമില്ല, പുസ്തകങ്ങളിലൊന്നുമില്ല. അങ്ങനെ അനേക അനുഭവങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. ജീവിതത്തിൽ ഇങ്ങനെ ജീവിതം എന്താണെന്ന് കാണിച്ചിട്ടുള്ളതായ അനേക വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അവരുടെ കാൽപ്പാടുകളാണ് ഇതിന് ശോഭയേറിയത്. അവരുടെ ആ രക്തമാണ്, ഇറ്റിറ്റ് വീണതായ രക്തമാണ് ഇതിന് ശക്തി പകർന്നത്. അവരുടെ ചിന്താഗതിയാണ് ഇതിന് ആവേശം പകർന്നത്. അവരുടെ സ്വഭാവമാണ് ഇതിനെ തേജസ്സുള്ളതാക്കി മാറ്റിയത്. ആ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ നമ്മൾ പേരിന് മാത്രം നിൽക്കുന്നവരാകരുത്. ആ പേരിലല്ല, അദ്ദേഹം ഒരിക്കലും ഒരു പേരിൽ ആശ്രയിച്ചു പോയവനല്ല. അദ്ദേഹം തന്നെ വിളിച്ച വിളി, അദ്ദേഹം പലപ്പോഴും പറയാമായിരുന്നു എന്നോട് വ്യക്തിപരമായിട്ട്, കോശി എന്നെ വിളിച്ച വിളി എന്ന് വെച്ചാൽ, ഒരിക്കൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അദ്ദേഹം എന്നോട് ഒരിക്കൽ ഒരു ചെറിയ ഒരു കാര്യം, എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം പറഞ്ഞു. അത് ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെങ്കിൽ എനിക്കിഷ്ടമില്ല എന്ന് തനിക്ക് മനസ്സിലായി. പക്ഷെങ്കിൽ അന്നേരം ഒന്നും താൻ അതിന് പ്രതികരിച്ചില്ല. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് മനസ്സിലായി ആ ചോദ്യം. പക്ഷെങ്കിൽ താൻ ബഹ്റിനിൽ വന്നപ്പോൾ, താനൊന്ന് ചീഫ് പാസ്റ്റർ, അദ്ദേഹം എന്നെ വേറിട്ട് എന്നോട് പറഞ്ഞു, കോശി ഇങ്ങനെ ഒരു ചോദ്യം അന്ന് കോശി സുശേഷ വേലയിലായിരുന്നപ്പോൾ കോശിയോട് ഞാൻ ചോദിച്ചിരുന്നു. അത് കോശിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെങ്കിൽ ഞാൻ അത് ചോദിക്കരുതായിരുന്നു, അത് തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണം. നോക്കൂ, ആരെങ്കിലും ചോദിക്കും, പുള്ളി പറയുകയാണ് എന്നോട് ക്ഷമിക്കണം. എത്ര വർഷങ്ങൾക്ക് ശേഷമാണെന്നറിയാം പുള്ളിയുടെ മനസ്സിൽ ഞാനത് കോശിയോട് എപ്പോഴെങ്കിലും നേരിട്ട് കണ്ടത് ക്ഷമയോദിക്കണം, അത് നിരപ്പാകണമെന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാണ് ദൈവം എൻ്റെ മുൻപിൽ ഇങ്ങനെ ഒരു അവസരം, വിലയേറിയ അവസരം കൊണ്ടുവന്നത്. എന്നോട് പൂർവാധികമായിട്ട് കോശി ആ വിഷയത്തിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിവില്ലാതെ അന്ന് അദ്ദേഹം ഒരു ഉപദേശിയാണ്, ഞാൻ ഉപദേശിയാണ്. അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും ചാർച്ചിട്ട് അന്നൊക്കെ പ്രസംഗിക്കും. അപ്പോൾ ആ ഒരു വിഷയത്തിൽ പുള്ളി എന്നോട് ഒരു വാക്ക് ചോദിച്ചത് എനിക്കിഷ്ടപ്പെടാഞ്ഞത് പുള്ളി പെട്ടെന്ന് നോട്ട് ചെയ്തു. പക്ഷേങ്കിൽ അന്നത്തെ സമയത്ത്, പുള്ളിയുടെ ആ യൗവന സമയത്ത് അതിനെ ഒരു മനസ്താപമായിട്ട് ഉൾക്കൊള്ളുവാൻ തനിക്ക് അന്ന് കഴിഞ്ഞില്ല. അതാണ് പുള്ളി പറഞ്ഞത്, അന്നത്തെ എൻ്റെ യൗവനത്തിൽ എനിക്കത് കഴിഞ്ഞില്ല. പക്ഷേ ഞാനൊരു പിതാവായപ്പോൾ, എല്ലാവരും ഈ വേല അല്ലെങ്കിൽ കർത്താവ് എന്നെ ഒരു പിതാവാക്കിയപ്പോൾ ആ വേദന ഇത് തന്നെയല്ല, പല വേദനകളും എനിക്ക് ഓർത്ത് അതിനൊരു പരിഹാരം കാണുവാൻ കഴിഞ്ഞു. അതൊക്കെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കെന്നും ഓർക്കുവാനുള്ളതായ അല്ലെങ്കിൽ അഭിനന്ദിക്കുവാനുള്ളതായ ഒരു സാഹചര്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ എൻ്റെ വാക്കുകളെ അങ്ങ് ദീർഘിപ്പിക്കുന്നില്ല, ചുരുക്കമായിരിക്കും പറയുവാനാണ് തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തെ പക്ഷേ ടീത്തോമസിനെ കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ അങ്ങ് വാദോരാതെ പറഞ്ഞു പോകും. തൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ബോംബെയിലുള്ളതായ തൻ്റെ ശുശ്രൂഷ സമയത്ത് തൻ്റെ കയ്യിൽ നിന്ന് ആത്മീക അനുഭവങ്ങളായി പ്രാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുഗ്രഹം പ്രാപിച്ചിട്ടുള്ള, താൻ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളതായ അനേക ദൈവമക്കൾ കർത്താവിൻ്റെ വേലയിലുമുണ്ട്, വിശ്വാസികളിലുമുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ അവരോട് ചോദിച്ചു നോക്കിയാൽ അവർ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകും. തൻ്റെ കുടുംബത്തെ അല്പം പോലും താൻ സ്നേഹിച്ചില്ല. തൻ്റെ പിതാവ് ഒരു പൈസ പോലും, തൻ്റെ പിതാവ് ഒരിക്കൽ വാവിട്ട് ചോദിച്ചു തന്നോട് ഇച്ചിരി പൈസ തരണോ, ഒരു നയ പൈസ പോലും തനിക്ക് കൊടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി. നമ്മുടെ പിതാവ് വന്ന് നമ്മളോട് ഒരു 10 രൂപ ചോദിച്ചാൽ 100 രൂപ ചോദിച്ചാൽ ഏത് ഭാഷ കൊടുക്കാത്തത്? എല്ലാവരും കൊടുക്കും. പക്ഷെങ്കിൽ അദ്ദേഹം ആ പിതാവിനെ പൈസ എടുത്ത് കാണിച്ചു പറഞ്ഞു, അപ്പച്ചാ ഈ പൈസ എല്ലാം കർത്താവിൻ്റെ പൈസയാ, ഇതെനിക്ക് അപ്പച്ചന് തരാം, ഒരു പൈസ പോലും തരാനൊക്കത്തില്ല, അപ്പച്ചന് ദൈവം നോക്കിക്കോളും, ഞാൻ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ മനസ്സ് തകർന്നു പോകത്തില്ലേ? നമ്മളത് കാണുമ്പോൾ തന്നെ അങ്ങനെ ഏത് മനുഷ്യൻ്റെ ഹൃദയമാണ് തകരാത്തത്? പക്ഷെങ്കിൽ അദ്ദേഹത്തിനുള്ളതായ വിളിയും
തെരഞ്ഞെടുപ്പും അത്ര ശ്രേഷ്ഠമായിരുന്നു. ഇങ്ങനെയുള്ള വിശുദ്ധന്മാരുടെ ആ കാൽപ്പാടുകളെ പിന്തുടരുവാൻ ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. അങ്ങനെ ഉണ്ടാകുന്നതായ തലമുറ അനേകർക്ക് ആശ്വാസവും നിത്യജീവന്റെ വഴികളിലേക്ക് മനുഷ്യനെ നടത്തുന്നതുമായിരിക്കും. ഇല്ല എങ്കിൽ ഉള്ളതിനെ കൂടെ നശിപ്പിക്കുന്ന അനേക വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് അനേകർ മണ്ണടിഞ്ഞു പോകുന്നതിനിടയായിത്തീരും. കർത്താവ് സ്നേഹിച്ചിട്ടുള്ള ആടുകളെ നമ്മൾ നശിപ്പിക്കാതെ നിത്യരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ ദീർഘമായ ദൃഷ്ടി, പ്രസംഗം മാത്രമല്ല, അനേകർക്ക് വാചാലമായി പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കും, തന്നെക്കാളിലും വ്യക്തമായിട്ട് പലർക്കും പ്രസംഗിക്കാൻ കഴിഞ്ഞേക്കും. പക്ഷെങ്കിൽ ഒരിക്കൽ പാസ്റ്റർ എ.സി. തോമസിൻ്റെ അടക്കാരാധന ശുശ്രൂഷയിൽ പാസ്റ്റർ ജേക്കബ് രത്നസിംഗം താൻ അടുത്ത ചീഫ് പാസ്റ്ററായിട്ട് ചാർജ് എടുക്കുമ്പോൾ താൻ അവസാന ശുശ്രൂഷയെ താൻ പ്രസംഗിക്കുകയാണ്. ഈ കിടക്കുന്ന വ്യക്തിയെ പോലെ പലർക്കും സംസാരിക്കുവാൻ കഴിഞ്ഞേക്കും, തൻ്റെ സ്വരം കോപ്പി ചെയ്യാൻ കഴിഞ്ഞേക്കും, തൻ്റെ ജീവിതത്തിലെ ഉപദേശം, താൻ പറഞ്ഞ ഉപദേശങ്ങൾ എഴുതി വെച്ച് കാണാപ്പാടം പറഞ്ഞ് അത് മഹത്തായ വലിയൊരു സംഭവബഹുലമായിട്ട് തന്നെ നിങ്ങൾക്കത് പ്രസൻറ്റ് ചെയ്യുവാൻ കഴിഞ്ഞേക്കും. പക്ഷെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നില്ല എങ്കിൽ അതേ പ്രസംഗത്താൽ നിങ്ങൾ വെട്ടപ്പെടും. നിങ്ങൾ ഇരുവായ്ത്തലയുള്ള വാളുകൾ, നിങ്ങൾ ഏത് വാക്കുകൾ താൻ പറഞ്ഞതായ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ടോ ആ വാക്കുകൾ തന്നെ നിങ്ങളെ ന്യായം വിധിക്കും, നിങ്ങളെ ദൈവത്തിൽ നിന്ന് ഛേദിച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. അതത്ര മഹത്തരമായിട്ടുള്ള ഒരു ഉപദേശമാണെന്നറിയാമോ? അതത്ര മഹത്തരമായ ഒരു ചിന്തയാണെന്നറിയാമോ? നമ്മളെ ദൈവത്തിൽ നിന്ന് മാറ്റി എറിഞ്ഞു കളയും, നരകത്തിലേക്ക് കൊണ്ട് തള്ളിക്കളയും. അങ്ങനെയുള്ളതായ അനുഭവം അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിനേക്കാളും വളരെ ആഴമാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ളതായ വ്യക്തികളുടെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ, സ്നേഹത്തെ അനുഭവിക്കുവാൻ ദൈവം നമുക്ക് ധാരാളമായി കൃപ തരട്ടെ. അനേക ദൈവമക്കളെ, വിശുദ്ധന്മാരെ, അനേകരെ, എല്ലാവരെയും, ഏത് സഭാവിഭാഗത്തിലുള്ളവരെയും ഏത് നടത്തിപ്പുകാരെയും കർത്താവ് വിളിച്ചതായ ഏത് വിളി അല്ലെങ്കിൽ കർത്താവ് നടത്തിക്കൊണ്ടു പോകുന്നതായ ഏത് സംവിധാനങ്ങളെയും ബഹുമാനിക്കുവാനുള്ളതായ മനസ്സ്, തുറന്ന മനസ്സ്, സകലരെയും സ്നേഹിക്കുന്ന മനസ്സ് നടത്തിപ്പുകാർക്കും അനേക വിശുദ്ധന്മാർക്കും ഉണ്ടാകട്ടെ. ദൈവമക്കളുടെ ഇടയിൽ വലിയൊരു യൂണിറ്റി ആയിട്ടുള്ളതായ ഒരു പ്രവർത്തനം നടക്കുമ്പോഴാണ് ദൈവം സ്വർഗം സന്തോഷിക്കുന്നത്. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡുമായിട്ട് പല അനുഭവങ്ങളുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വീണ്ടും വരുന്നതായിരിക്കും. ദൈവം നിങ്ങൾക്ക് ധാരാളമായി കൃപ തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.